നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂരിൽ യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് വൻ സ്വർണ്ണ കവർച്ച. 680 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അക്രമി സംഘത്തിലെ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ മോഷണം. ദേവസ്വം ഓഫീസ് കൗണ്ടർ കുത്തിത്തുറന്ന നിലയിൽ. കേന്ദ്ര ബജറ്റിനെതിരെ DYFI. കേരളത്തോട് കൊടിയ അവഗണനയെന്ന ആക്ഷേപം. ബജറ്റ് ഭാവനാശൂന്യവും യുവജന വിരുദ്ധവുമെന്ന് DYFI നേതാക്കൾ. മുള്ളൂർക്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കാട്ടാനയെ കണ്ടത് അച്ചൂരിലെ വാഹന ഷോറൂമിന് സമീപം. വന്യമൃഗങ്ങൾ പതിവായി നാട്ടിലിറങ്ങുന്നത് തടയാൻ സത്വര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ. ദേശീയപാത തൃശൂർ അമ്പലൂർ സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു ലോറിയിലെ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത് ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച്. ചെറുതുരുത്തിയിൽ മരം പാതയിലേക്ക് പൊട്ടിവീണ് ചേലക്കര സ്വദേശിയായ ബൈക്ക് യാത്രികന് പരിക്ക്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് വൻ സ്വർണ്ണ കവർച്ച. 650 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആലുവ സ്വദേശികളായ ഷമീർ, ബാസിൽ ഷഹീദ് എന്നിവർക്കാണ് കുത്തേറ്റത്. തിരുവനന്തപുരം സ്വദേശികളായ 4 അംഗ സംഘമാണ് ഇരുവരെയും ആക്രമിച്ചത്. അക്രമി സംഘത്തിലെ ഒരാളെ നാട്ടുകാർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തിരുവനന്തപുരം മലയിൻകീഴ് സ്വദേശി രഞ്ജിത്താണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ആഭരണങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തൃശൂർ വെളിയന്നൂരിലെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ആക്രമണം. സ്വർണവുമായി എത്തിയ ഇരുവരെയും സംഘം കുത്തി പരിക്കേൽപ്പിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗുമായി കടന്നു കളയുകയായിരുന്നു. ഇതിനിടെയാണ് രഞ്ജിത്തിനെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. അതിനിടെ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആലുവ സ്വദേശി അക്സർ സഫിൻ എന്നയാളുടെയാണ് സ്വർണ്ണാഭരണങ്ങൾ. ഇയാളുടെ ജീവനക്കാരാണ് സ്വർണവുമായി എത്തിയ ഷമീർ, ബാസിൽ ഷഹീദ് എന്നിവർ. പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാസിൽ ഷഹീദിന്റെ പുറത്തും ഷമീറിന്റെ വലതു തോളിലുമാണ് കുത്തേറ്റത്. ബന്ധുക്കളായ ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂർ നഗരത്തിലെ വെളിയന്നൂരിലെ നിയ റെസ്റ്റ് റൂം എന്ന ലോഡ്ജിൽ വച്ചായിരുന്നു ആക്രമണം. അതേസമയം സ്വർണവുമായി രക്ഷപ്പെട്ട 3 പേർക്കായി തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര ബജറ്റിനെതിരെ തൃശൂരിൽ DYFI പ്രതിഷേധം. കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയാണ് DYFI തൃശൂരിൽ പ്രതിഷേധിച്ചത്. പ്രതിഷേധ മാർച്ച് ജില്ലാ സെക്രട്ടറി ശരത്ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വരാജ് റൗണ്ടിലൂടെ കോർപ്പറേഷനിലേക്കാണ് DYFI പ്രതിഷേധ മാർച്ച് നടത്തിയത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന ആരോപിച്ചായിരുന്നു പ്രതിഷേധം. തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും കേന്ദ്ര ബജറ്റ് ജനദ്രോഹപരമാണെന്നും DYFI ആരോപിച്ചു. പ്രതിഷേധ മാർച്ച് DYFI ജില്ലാ സെക്രട്ടറി ശരത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ദേവസ്വം ഓഫീസ് കൗണ്ടർ കുത്തിത്തുറന്ന്. പഴയന്നൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ബുധനാഴ്ച രാവിലെയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിയ ജീവനക്കാരാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. തുടർന്ന് പഴയന്നൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഏകദേശം 1 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ പ്രദേശത്താണ് പുലർച്ചെ കാട്ടാന ഇറങ്ങിയത്. ആറ്റൂരിലെ വാഹന ഷോറൂമിന് സമീപമാണ് ആനയെ കണ്ടത്. റോഡ് മുറിച്ചുകടന്ന ആന പ്രദേശത്തെ ദീപാനിലയം സുകുമാരന്റെ ഗേറ്റ് തള്ളിത്തുറന്ന് 1 മണിക്കൂറോളം വീട്ടുവളപ്പിൽ തമ്പടിച്ചു. ഇതിനിടെ വീട്ടുവളപ്പിലെ തെങ്ങും വാഴയും നശിപ്പിച്ചു. വാഹന ഷോറൂമിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോസാണ് ആനയെ ആദ്യം കണ്ടതും ദൃശ്യം മൊബൈലിൽ പകർത്തിയതും. വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും കാട്ടാനയെ കാടുകയറ്റി. 1 മാസത്തിനിടെ മുള്ളൂർക്കര പഞ്ചായത്തിൽ കാട്ടാന ഇറങ്ങുന്നത് ഇത് 2ാം തവണയാണ്. സംസ്ഥാന പാതയിലും ജനവാസ മേഖലയിലും കാട്ടാന സാന്നിധ്യം പതിവാകുന്നതിൽ ഭയചകിതരാണ് പ്രദേശവാസികളും യാത്രക്കാരും. വനാതിർത്തിയിൽ സൗരവൈദ്യുത വേലി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയപാത തൃശൂർ അമ്പലൂർ സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ചു. ഇതിൽ ഒരു ലോറിയിലെ ഡ്രൈവർക്ക് പരിക്കേറ്റു.
രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. സിഗ്നൽ കാത്തു കിടന്നിരുന്ന തടിലോറിക്ക് പിറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറിയതാണ് അപകട കാരണം. ഇടിയുടെ ആഘാതത്തിൽ തടിലോറി മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്കും ഇടിച്ചു കയറി. പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേനയെത്തി ഏറെ പണിപ്പെട്ട് കണ്ടെയ്നർ ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. സാരമായി പരിക്കേറ്റ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗ്യാസ് ടാങ്കർ ലോറി കാലിയായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗതക്കുരുക്കുണ്ടായി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അപകടത്തിൽപ്പെട്ട കണ്ടെയ്നർ ലോറി ദേശീയപാതയിൽ നിന്ന് നീക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിയിൽ കനത്ത മഴയിലും കാറ്റിലും മരം പൊട്ടിവീണുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ചേലക്കര മേപ്പാടം സ്വദേശി 22 വയസ്സുള്ള അതുലിനാണ് പരിക്കേറ്റത്. പയങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്ന മരങ്ങളാണ് ചൊവ്വാഴ്ച രാത്രി 7:30 റോഡിലേക്ക് പൊട്ടി വീണത്. ഈ സമയത്ത് ബൈക്കിൽ ഇതുവഴി പോവുകയായിരുന്നു അതുൽ. മരം മുറിഞ്ഞ് അതുലിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ അതുലിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ഇതുവഴി ഗതാഗത തടസ്സം നേരിട്ടു. ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചു മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാലിന്യമുക്തമാക്കി. നഗരസഭയുടെ അഭ്യർത്ഥന മാനിച്ച് DRM ഇടപെട്ടാണ് മാലിന്യം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേ ട്രാക്കിലും മാലിന്യം വ്യാപകമാണെന്ന പരാതികളെ തുടർന്നാണ് DRMന് നഗരസഭ നോട്ടീസ് നൽകിയത്. ഇതേ തുടർന്ന് DRMന്റെ നിർദ്ദേശപ്രകാരം ജീവനക്കാരും നഗരസഭ ആരോഗ്യ വിഭാഗവും സംയുക്ത പരിശോധന നടത്തി. പരിശോധനയ്ക്ക് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. സംയുക്ത പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി DRMന് സമർപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മലിനീകരണം തടയുന്നതിനായി നഗരസഭ റെയിൽവേക്ക് നൽകിയ നോട്ടീസിന് ഫലമുണ്ടായെന്ന് നഗരസഭ അധികൃതർ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊപ്പം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബോധവൽക്കരണ ക്ലാസ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാബര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. രക്ഷാകർതൃത്വം മാറുന്ന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. കൊപ്പം പോലീസ് സ്റ്റേഷൻ ASI അജിത് കുമാർ, പൊന്നാനി ICDS കൗൺസിലർ P ദീപ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപിക KT ജലജ, C റോജ, KP അബ്ദുൽ നാസർ, നിസാർ ആലം, NP ഷാഹുൽ ഹമീദ്, CP മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ BMS 70ാം സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചു. സദൺ റെയിൽവേ കാറ്ററിംഗ് മസ്ദൂർ സംഘ്, വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘ്, അപ്സര യൂണിറ്റുകൾ സംയുക്തമായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. BMS ജില്ലാ സെക്രട്ടറി K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഭാരതീയ മസ്ദൂർ സംഘം എല്ലാ മേഖലകളിലും തൊഴിൽ മേഖലകളിലും ആധിപത്യം ഉറപ്പിച്ചു വരുന്ന കാര്യം. ജോലിയും കൂലിയും സംരക്ഷിക്കുക എന്നതിനുപരി സമാജ സേവ കൂടി തൊഴിലാളികളുടെ ധർമ്മമാണെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ കൂടി തൊഴിലാളികളെ ഇടപെടിച്ചുകൊണ്ട് സമാജത്തിന് നേരിടുന്ന വെല്ലുവിളികളെ കൂടി ഏറ്റെടുക്കാൻ ഇന്ന് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ തൊഴിലാളികൾ സജ്ജമാണ്. യൂണിറ്റ് കുടുംബസംഗമവും സേവാനിധി ശേഖരണവും ഉണ്ടായി. വിവിധ യൂണിറ്റ് സെക്രട്ടറിമാരിൽ നിന്ന് ജില്ലാ സെക്രട്ടറി K രാജേഷ് സേവാനിധി ഏറ്റുവാങ്ങി. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച തൊഴിലാളികളുടെ മക്കളെ ഉപഹാരം നൽകി അനുമോദിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജു തത്തനംപുള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. മനോജ്, സന്തോഷ്, ജോബി, സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ KVR സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് വിഷരഹിത പച്ചക്കറിയുടെ രുചി. സ്കൂൾ മുറ്റത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പരിപാലിക്കുന്ന പച്ചക്കറി തോട്ടമാണ് ഉച്ചയൂണിന് വിഷരഹിത പച്ചക്കറിയുടെ നന്മ സമ്മാനിക്കുന്നത്. വിഷരഹിത പച്ചക്കറി സ്കൂൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്
ഷൊർണൂർ KVR ഹൈസ്കൂളിലെ തനിമ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 2 വർഷക്കാലമായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് സഹായകരമാകുന്ന രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത്. സ്കൂൾ അങ്കണത്തിൽ തന്നെയാണ് കൃഷി. ആഴ്ചയിൽ 2 ദിവസത്തേക്കുള്ള പച്ചക്കറി എടുക്കാവുന്ന തരത്തിലാണ് കൃഷി മുന്നോട്ടു പോകുന്നത്. മാനേജ്മെന്റിന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും കൃഷിയിൽ പങ്കാളികളാണ്. വഴുതന, വെണ്ട, പയർ, തക്കാളി, വെള്ളരി, മുളക് തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പെടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. കഴിഞ്ഞ വർഷം കൃഷി വൻ വിജയമായിരുന്നു. ഇതേ തുടർന്നാണ് ഈ വർഷം വിപുലമായ രീതിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ ഉത്സാഹത്തോടെയാണ് കൃഷിയിൽ പങ്കാളികളാകുന്നതെന്ന് പ്രധാനാധ്യാപിക KR ഷീന പറഞ്ഞു. വിഷരഹിത പച്ചക്കറി സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂൾ മുറ്റത്ത് തന്നെ ഞങ്ങൾ ഈ പച്ചക്കറി തോട്ടം നിർമ്മിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് നിർദ്ദേശമുണ്ടായിരുന്നു. അതുപ്രകാരം കഴിഞ്ഞ വർഷം മുതൽക്ക് ഞങ്ങൾ സ്കൂൾ മുറ്റത്ത് പച്ചക്കറി തോട്ടം നിർമ്മിച്ചു വരുന്നു. കഴിഞ്ഞ വർഷം വൻ വിജയമായിരുന്നു. അതിൻ്റെ ആ ഒരു പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ വർഷവും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ രീതിയിൽ തന്നെ പച്ചക്കറികൾ നട്ടത്. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സഹായം ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. സ്കൂളിലെ അധ്യാപകരും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം ഇതിനുവേണ്ടി മുഴുവൻ സമയം പ്രവർത്തിച്ചു വരുന്നു. കൃഷിക്ക് അധ്യാപകരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്യുകയാണ് ഇനി ലക്ഷ്യമെന്നും 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ദിയ പറഞ്ഞു. KVR സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നടത്തി വരുന്ന കൃഷികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കൃഷി നടത്താനായിട്ട് ടീച്ചർമാരുടെയും വിദ്യാർത്ഥികളുടെയും വളരെ നല്ല സപ്പോർട്ടുകളുണ്ട്. ഇനിയിപ്പോൾ ഈ കൃഷി വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ NS ജുമാന ഹസീൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായും ഇഹ്സാൻ വിദ്യാർത്ഥി പ്രതിനിധിയായും തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കൂൾ ഹെഡ് ബോയ്, സ്കൂൾ ഹെഡ് ഗേൾ, ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ, ആർട്സ് ക്യാപ്റ്റൻ, സ്പോർട്സ് ക്യാപ്റ്റൻ, ടീൻ ഇന്ത്യ ക്യാപ്റ്റൻ എന്നിവയും UP വിഭാഗത്തിൽ UP പ്രതിനിധി, മലർവാടി ക്യാപ്റ്റൻ എന്നീ സ്ഥാനങ്ങളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികൾ തന്നെ ഉത്തരവാദിത്തം നിർവഹിച്ചു. മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പലും ചീഫ് ഇലക്ഷൻ ഓഫീസറുമായ NS ജുമാന ഹസീൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെക്കുറിച്ചും +2 വിദ്യാർത്ഥിനിയായ ഫാത്തുമ നസ്രീൻ തിരഞ്ഞെടുപ്പ് അനുഭവത്തെക്കുറിച്ചും സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ KK സരിതയോടൊപ്പം വിദ്യാർത്ഥി പ്രതിനിധി ഡാനിയ അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണറായി. 2 ബൂത്തുകളിലായി നടന്ന ഇലക്ഷൻ പ്രക്രിയയിൽ വിവിധ ബൂത്തുകളുടെ മേൽനോട്ടം വഹിച്ചത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ്. യഥാർത്ഥ പാർലമെന്റ് എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ മെയിൻ അജണ്ട ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷൻ നമ്മൾ ആ രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സെറമണി ഉണ്ടാവുകയും കുട്ടികളിലേക്ക് ആ അധികാരം കൈമാറുകയും ഉടനെ തന്നെ ഒരു പാർലമെന്റ്, സ്കൂൾ പാർലമെന്റ് കൂടി അതെങ്ങനെയാണ് സംവിധാനം ഉണ്ടാവുക എന്ന് കുട്ടികളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു തീരുമാനമാണ് ഈ വർഷത്തെ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് വൻ സ്വർണ്ണ കവർച്ച. 680 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അക്രമി സംഘത്തിലെ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. തിരുവല്ലുവമല വില്വാദ്രനാഥ ക്ഷേത്രത്തിൽ മോഷണം. ദേവസ്വം ഓഫീസ് കൗണ്ടർ കുത്തി തുറന്ന നിലയിൽ. കേന്ദ്ര ബജറ്റിനെതിരെ DYFI. കേരളത്തോട് കൊടിയ അവഗണനയെന്ന ആക്ഷേപം. ബജറ്റ് ഭാവനാശൂന്യവും യുവജന വിരുദ്ധവുമെന്ന് DYFI നേതാക്കൾ. മുള്ളൂർക്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കാട്ടാനയെ കണ്ടത് അച്ചൂരിലെ വാഹന ഷോറൂമിന് സമീപം. വന്യമൃഗങ്ങൾ പതിവായി നാട്ടിലിറങ്ങുന്നത് തടയാൻ സത്വര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ. ദേശീയപാത തൃശൂർ അമ്പലൂർ സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു ലോറിയിലെ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത് ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച്. ചെറുതുരുത്തിയിൽ മരം പാതയിലേക്ക് പൊട്ടിവീണ് ചേലക്കര സ്വദേശിയായ ബൈക്ക് യാത്രികന് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.